5 മണി വാർത്തയിലേക്ക് വീണ്ടും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ജനങ്ങൾക്കില്ലാത്ത നിയമപരിരക്ഷ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഹർജി എങ്ങനെ നിലനിൽക്കുമെന്നും ആരാഞ്ഞു. ഇതേ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഹർജി പിൻവലിച്ചു. വിവരങ്ങളുമായി അശ്വിനി നൽകും വിശദാംശങ്ങൾ. പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി അത് പിൻവലിക്കേണ്ട സാഹചര്യം, ജനങ്ങൾക്കില്ലാത്ത നിയമപരിരക്ഷ നേതാക്കൾക്ക് എങ്ങനെ നൽകാൻ കഴിയുമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. അതേ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആ ഹർജി പിൻവലിക്കുകയായിരുന്നു. എന്താണെങ്കിലും സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തിന് ഒരു തിരിച്ചടി ലഭിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തിന് സുപ്രീം കോടതിയിൽ ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യം. പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്ന് തന്നെയാണ് ഈ ഹർജി സമർപ്പിച്ചത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു തിരിച്ചടി നേരിടുന്നു ഈ കേസിൽ. എങ്ങനെ ഈ ഹർജി നിലനിൽക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം സുപ്രീം കോടതിയുടേത്. പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയക്കാർക്ക് മാത്രം, നേതാക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു നിയമപരിരക്ഷ നൽകിയാൽ അത് പൊതുജനങ്ങൾക്ക് അത് എങ്ങനെ സ്വീകാര്യമാകുമെന്നുള്ള ആശങ്കയാണ് സുപ്രീം കോടതി പങ്കുവച്ചത്. ജനങ്ങൾക്കില്ലാത്ത നിയമപരിരക്ഷ അതെങ്ങനെ നൽകാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായി തന്നെ സുപ്രീം കോടതി ഉന്നയിക്കുന്നു. അശ്വിനി ചേരുന്നു വിശദാംശങ്ങളുമായി. അശ്വിനി, വിവരങ്ങൾ. പ്രതിപക്ഷത്തെ സംബന്ധിച്ചത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റവും വലിയൊരു ആയുധമാക്കി എടുത്തിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം എന്നുള്ള ആംഗിളിൽ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ അടക്കമുള്ള നടപടികൾ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. അങ്ങനെയുള്ള നീക്കങ്ങൾക്കിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി എന്നല്ല, സുപ്രീം കോടതിയുടെ പരാമർശങ്ങളെ തുടർന്ന് ഹർജി പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് പിൻവാങ്ങേണ്ടി വന്നത്. ഇതിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ച ചില ഘടകങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രത്യേക നിയമപരിരക്ഷ അല്ലെങ്കിൽ പരിഗണന നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. സാധാരണ പൗരന്മാരും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ ഒരു വേർതിരിവ് കാണാൻ കോടതിക്ക് സാധിക്കില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതേ തുടർന്നാണ് അഭിഷേക് മനു സിംഗ്വി കുറെ കണക്കുകൾ നിരത്തിയിരുന്നു. അതായത് ED കേസുകളിലുണ്ടായ വർധന, ഇതിനകത്ത് 95% കേസുകളിലും പ്രതികളായിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളാണെന്നതും CBI കേസുകളിലും ഇതേ സമാനമായ നിരക്ക് കണക്ക് 90% മേൽ പ്രതികളായിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ളവരാണെന്നുള്ള കണക്കുകളൊക്കെ നിരത്തി. ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു നടപടിയായി കാണാൻ പറ്റില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രം എതിരെയുള്ള ഒരു നടപടിയായി മാത്രമേ ഇങ്ങനെ കാണാൻ സാധിക്കൂ എന്നുമാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് ഹർജി പിൻവലിക്കാനായിട്ട് 14 പ്രതിപക്ഷ പാർട്ടികളിൽ പ്രതിനിധീകരിച്ചു വന്ന അഭിഷേക് മനു സിംഗ്വി തീരുമാനിക്കുകയും ചെയ്തത്. ശരി, അശ്വിനി S. കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.